അമിതാഭ് ബച്ചൻ అయితే ఇంకా సూపర్ అమితాబ్ బచ్చన్ అశ్వత్థామ యూనిట్స్ తొడങ്ങിയിട്ടുണ്ട് ഇനി കൽക്കി യൂണിറ്റ്സ് സ്റ്റാർട്ട് Prabhas is a pan all star bhaiya chala it was super bhaiya Nagashwin like really brought out the we were dreaming about വേറെ ലെവൽ ഈ ട്രെയിലറിൻ്റെയൊക്കെ മുകളിൽ പോയി വിഷ്വൽസ് ബെസ്റ്റ് വിഷ്വൽസ് അലമ്പെന്ന് പറയാനായിട്ട് വലുതായിട്ടില്ല കൊള്ളാം നല്ല പടം കൊള്ളാം പ്രകടില്ല. it was all super good and the thing is Nagashwin like really brought out the we were dreaming about Marvel and DC coming into India right now we are using the mythological characters. It was so good. നല്ല മൂവിയായിരുന്നു, സൂപ്പർ മൂവി. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡി കുറച്ച് ഇതായിരുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോൾ പ്രഭാസ് സ്കോർ ചെയ്ത് നിൽക്കുകയായിരുന്നു. മസ്റ്റ് വാച്ച് പടമാണ് ഇത്. സെക്കൻഡ് ഹാഫ് തൊട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഐ എവർ വാച്ച്. Super bhaiya. I am from Andhra Pradesh. It was super bhaiya. Prabhas is a pan all star bhaiya chala it was super bhaiya. Everyone should watch. It was a super movie. Everyone should watch. Bhagavad Gita has a great role in this movie. Everyone should watch. Thank you bhaiya. It's a family movie. Everyone should watch. Prabhas acting super bhaiya. Prabhas acting is a super. Climax super bhaiya. Suspense is there. That everyone should watch and wait for part 2. Okay bhaiya. Super bhaiya. Thank you. പ്രഭാസ് ഒന്നും തിരിച്ചു വരാനില്ലല്ലോ. അങ്ങനെ സിനിമ എത്ര കോടി അടിക്കും എന്നറിയാല്ല. ഇത് 1000-ന് മുകളിൽ പോകും. വെറുതെ പറയുന്നല്ല, നല്ലൊരു ഡയറക്ഷൻ ബെസ്റ്റ്, പ്ലോട്ടും കൊള്ളാം. നമ്മൾ പുരാണങ്ങൾ തന്നെ മഹാഭാരതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. കമലഹാസന് നല്ല റോളായിട്ട് കൊടുത്തു. പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ആരെ പേരും എടുത്ത് പറയില്ല. കമലഹാസനായിരുന്നാലും DQ ആയിരുന്നാലും വിജയ് ദേവരകൊണ്ടായിരുന്നാലും രാജമൗലിയൊക്കെ ഒരു സീനുണ്ട്. എല്ലാവരും ഈ 2 മിനിറ്റേ ഉള്ളൂ, പക്ഷേ അത് നമ്മൾ കാണേണ്ട. ഫസ്റ്റ് ഹാഫ് അത്ര ഒരു ഇതില്ല, సెకండ్ హాఫ్ ఒక యూనిట్స్ తొడങ്ങിയിട്ടുണ്ട് ఇన్ని కల్కి యూనిట్స్ స్టార్ట్. సూపర్ అండి. కల్కి చాలా బాగుంది. ప్రభాస్కి అయితే కనుక సూపర్. బాహుబలి కన్నా చాలా బాగుంది. ప్రతి రోల్ బాగుంది. ఎవరైనా శోభన బాగుంది. ఈవెన్ అమితాబ్ బచ్చన్ అయితే ఇంకా సూపర్. అమితాబ్ బచ్చన్ అశ్వత్థామ అసలు బాగుంది. తన రోల్ అయితే కనుక ఓల్డ్ ఏజ్ కనపడలేదు. ఈవెన్ తను ఏజ్ అన్నది లేదు, కనపడట్లేదు. బట్ సూపర్ ఫైట్ బాగుంది, స్ట్రాంగ్గా ఇచ్చాడు. ఫైట్ అనేది స్ట్రాంగ్గా బాగుంది. ప్రభాస్ అయితే అల్టిమేట్ జోవియల్గా ఉంది. జోవియల్ అట్ ద సేమ్ టైం తన హీరోయిజం కానీ అన్నీ బాగా చూపించారు. శోభన అయితే బాగుంది, తనది కూడా కూల్గా ఉంది. అమ్మాయిది బాగుంది. దీపిక ఈజ్ అల్టిమేట్, చాలా బాగుంది. హ్యాపీ നന്നായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ പുരാണമൊക്കെ ഇഷ്ടപ്പെടുന്ന മഹാഭാരത സംഭവമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന പടമാണിത്. ക്യാമിയോ റോൾ എനിക്ക് വിജയ് ദേവരകൊണ്ടൊരു ക്യാമിയോ റോളാണ്. പുള്ളിക്കാരൻ മഹാഭാരതത്തിലെ പാണ്ഡവ അതിലൊരു ക്യാരക്ടറായിട്ടാണ് പറഞ്ഞത്. നല്ല രസമായിരുന്നു ആ ഒരു പണ്ടത്തെ ആ ഒരു യുദ്ധമൊക്കെ കാണിക്കുന്നത്. സൂപ്പർ മൂവി ബ്രോ. എൻഡ് ട്വിസ്റ്റ് സെമ്മയായിരിക്കും. സിനിമ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടീസർ കണ്ടപ്പോൾ ഒരു ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വേറെ ലെവൽ. ഈ ട്രെയിലറിൻ്റെയൊക്കെ മുകളിൽ പോയി. ബ്രോ അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല. പേഴ്സണലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഫിലിമോഗ്രാഫി ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, വിഷ്വൽസൊക്കെ ഒരു രക്ഷയില്ല. കാണേണ്ട ഒരു സിനിമ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി ആക്ടിങ് എല്ലാം ബെറ്റർ, ബട്ട് ബെസ്റ്റ് വിഷ്വൽസ് ഒരു രക്ഷയില്ല. സിനിമ കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്രഭാസിൻ്റെ എൻട്രി ഒന്നും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. എന്നാൽ കമലഹാസൻ അമിതാഭ് ബച്ചൻ ആയാൽ പോലും നല്ല രീതിക്ക് ഉണ്ട്. സിനിമോട്ടോഗ്രാഫിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അലമ്പെന്ന് പറയാനായിട്ട് വലുതായിട്ടില്ല. അലമ്പെന്ന് പറയാൻ കുറച്ച് ക്ലീശ കോമഡികളുണ്ട്, അതൊഴികെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. സെക്കൻഡ് പാർട്ടായാലും അടിപൊളിയായിട്ട് വരുമെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നൈസായിരുന്നു. കിടിലം പടം. ലാസ്റ്റൊക്കെ കൊണ്ടുവന്ന് നിർത്തിക്കണം, ഭയങ്കര ഇടിലോട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വളരെ നൈസായിട്ടുണ്ട്. പടം സൂപ്പറാണ്, വിഷ്വൽ ട്രീറ്റാണ്. നല്ല രസമുണ്ട്, പടം കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് തീരുന്നില്ല, സെക്കൻഡ് പാർട്ടൊന്നും അല്ല, ഇതൊരു യൂണിവേഴ്സലായിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് പൊളി കേട്ടോ, പറയാതിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഫുൾ വിഷ്വൽ ട്രീറ്റാണ്.